ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 30 ശ്ലോകം 8 പറയാനുള്ളത്. ബ്രഹ്മചാരിയുടെ സകല ലക്ഷണങ്ങളോടും അലങ്കാരങ്ങളോടും കൂടിയിട്ടുള്ള ആ വാമനമൂർത്തി ഓലക്കുടയൊക്കെ പിടിച്ച് ചെറിയ കാൽവെപ്പുകളോടുകൂടി നടന്ന് മഹാബലിയുടെ യാഗശാലയുടെ കവാടത്തിലെത്തി. നർമ്മദയുടെ വടക്കേ തീരത്ത് പെട്ടെന്ന് സൂര്യൻ ഉദിച്ചതാണോ എന്ന് എല്ലാവർക്കും അത്ഭുതമായി ഈ അതിതേജസ്വിയായിട്ടുള്ള ബാലനെ കണ്ടപ്പോൾ. അകലേന്ന് വരുമ്പോൾ അവർ വിചാരിച്ചു ഇതാ സൂര്യൻ ഉദിക്കുകയാണോ എന്ന്. കുറച്ചും കൂടി അടുത്തേക്ക് വന്നപ്പോൾ ആ തേജസ്സിൻ്റെ ചൂട് കൊണ്ട് അവർ വിചാരിച്ചു, ആ ശക്തി കൊണ്ട് ഇത് അഗ്നിയായിരിക്കുമോ എന്ന്. കുറച്ചും കൂടി അടുത്തേക്ക് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു മനുഷ്യക്കുട്ടിയാണ്. ഇത് സനൽകുമാരനായിരിക്കും. അവരെപ്പോഴും സനകാദികളെപ്പോഴും ചെറിയ കുട്ടികളല്ലേ, ഇത്ര തേജസ് വേറെ ആർക്കും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ സനൽകുമാരൻ യാഗം കാണാൻ വരുന്നതായിരിക്കും എന്ന് കരുതി. പക്ഷേ വീണ്ടും അടുത്തേക്ക് വന്നപ്പോൾ അല്ലല്ല, ഇതേതോ അത്ഭുത ശക്തിയായുള്ള ഒരു ബ്രഹ്മചാരി തന്നെയാണ്. ആരായിരിക്കും എന്ന് ശുക്രാചാര്യർ പോലും കരുതി എന്നാണ് ഈ ശ്ലോകത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ. ശ്ലോകം: താം നർമ്മദോത്തരതടേ ഹയമേധശാലാം ആസേദുഷീത്വൈരുജാതവരുദ്ധനേത്രൈ ഭാസ്വാൻ കിം ഏഷ ദഹനോന്നു സനൽകുമാരോ യോഗീനു കോയമിതി ശുക്രമുഖൈ ശശങ്കേ. അർത്ഥം: ത്വയി ഭഗവാനെ, അവിടുന്ന് നർമ്മദോത്തരതടേ നർമ്മദാ നദിയുടെ വടക്കേ തീരത്തിൽ, താം ഹയമേധശാല മഹാബലിയുടെ വിശേഷപ്പെട്ട അശ്വമേധത്തിൻ്റെ യാഗശാലയിൽ, ഹയം അശ്വം കുതിര, അവിടെ എത്തിയപ്പോൾ, ആസേദുഷി അവിടെ എത്തിച്ചേർന്നപ്പോൾ, തവരുചാരുദ്ധനേത്ര അവിടത്തെ ആ ശോഭ കൊണ്ട് പ്രകാശം കൊണ്ട് കാഴ്ച തടയപ്പെട്ട കണ്ണുകളോടുകൂടി, കണ്ണുകളുടെ കാഴ്ചയൊക്കെ മങ്ങി, അത്രയധികം പ്രകാശം, രുദ്ധനേത്രന്മാരായിട്ട് ശുക്രമുഖൈ ശുക്രാചാര്യർ തുടങ്ങിയിട്ടുള്ള സകലരും, ഏഷ ഈ വരുന്ന ആള് ആരാണ്, ഭാസ്വാൻ കിം സൂര്യദേവനാണോ, ദഹനു അതല്ല അഗ്നിയാണോ, യോഗി സനൽകുമാര അതുമല്ല യോഗിയായിട്ടുള്ള സനൽകുമാരൻ തന്നെയാണോ, നു അയം ആണോ ഈ കുട്ടി ആരാണ്, ക ഇതി ആരായിരിക്കും ഈ ബ്രഹ്മചാരി എന്ന്, ഇതി ശശങ്കേ എല്ലാവരും സംശയിച്ചു. ശുക്രാചാര്യരും വലിയ വലിയ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഋത്വിക്കുകളും അവർക്കൊക്കെ അറിയാം സൂര്യൻ്റെയും അഗ്നിയുടെയും സനൽകുമാരൻ്റെയും ഒക്കെ പ്രഭാവം. പക്ഷേ അവർക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, ഇത് ഏതോ ഒരു ബ്രഹ്മ തേജസ്സിൻ്റെ നിറകുടമായിട്ടുള്ള ഒരു തേജസ് തന്നെയാണ്, ഇതാരായിരിക്കും എന്നവർ സംശയിച്ചു. ശ്ലോകം ഒന്നും കൂടി നോക്കാം. താം നർമ്മദോത്തരതടേ ഹയമേധശാലാം ആസേദുഷീത്വൈരുജാതവരുദ്ധനേത്രൈ ഭാസ്വാൻ കിം ഏഷ ദഹനോന്നു സനൽകുമാരോ യോഗീനു കോ അയം ഇതി ശുക്രമുഖൈ ശശങ്കേ. 9ാമത്തെ ശ്ലോകം. വാമനമൂർത്തി അടുത്തെത്തിയപ്പോൾ എല്ലാവരും ആരും പറയാതെ തന്നെ സ്വന്തം ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് പോയി. അങ്ങനെ എണീറ്റ് അവർ കൈകൂപ്പി ഭഗവാനെ മഹാബലി നേരിട്ട് ചെന്ന് എതിരേറ്റ് സ്വാഗതവാക്കുകളൊക്കെ പറഞ്ഞു. സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ ബ്രഹ്മർഷീണാം തപ സാക്ഷാൽ മന്യതേതു ആര്യവപുർധരം. കണ്ടപ്പോൾ മഹാബലി ഓടിച്ചെന്ന് ഭഗവാനെ അവിടെ നിന്ന് ആരാണ്, സകല തപസ്സും മൂർത്തീകരിച്ച് വരുന്നതാണോ എന്നൊക്കെ ചോദിച്ച് സ്വാഗതം പറഞ്ഞു. പിന്നെ മഹാബലി പറഞ്ഞു, എന്തായാലും ഇത്രയും അതീവ തേജസ്വിയായിട്ടുള്ള ഒരു ബ്രഹ്മചാരി ഇവിടെ വന്നത് എൻ്റെ ഇവിടെയുള്ള എല്ലാവരുടെയും മഹാഭാഗ്യം തന്നെയാണ്.
ഈ ഭൂമി, ഈ യാഗഭൂമി ഇന്ന് പരിശുദ്ധമായി. എൻ്റെ വംശം പരിശുദ്ധമായി. എനിക്ക് ഏറ്റവും സന്തോഷമായി. ഇനി യാഗം നടന്നില്ലെങ്കിലും വിരോധമില്ല, അത്രയ്ക്കും എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് മഹാബലി വാമനമൂർത്തിയുടെ പാദങ്ങൾ കഴുകി ആ ശിരസിൽ, തൻ്റെ ശിരസിൽ ആ പുണ്യതീർത്ഥത്തെ ധരിക്കുകയും ചെയ്തു. ശ്ലോകം 9. ആനീതമാശു ഭൃഗുഭിർ മഹസാഭിഭൂതൈ ത്വാം രമ്യരൂപമസുര പുളകാവൃതാംഗ ഭക്ത്യാ സമേത്യ സുകൃതി പരിണിജ്യ പാദൗ തത്തോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം. അർത്ഥം: മഹസ വലിയതായ തേജസ്സുകൊണ്ട്, അഭിഭൂതൈ മോഹിച്ചു പോയ, ഭൃഗുബി ആശു ഭൃഗു തുടങ്ങിയിട്ടുള്ള സകല ആചാര്യന്മാരും, ആശു ആനീതം വേഗം തന്നെ അങ്ങയെ ആനയിച്ചു, വരൂ എന്ന് സ്വാഗതമൊക്കെ പറഞ്ഞ് യാഗശാലയിലേക്ക് കൊണ്ടുവന്നു. രമ്യരൂപം ത്വാം അതിമനോഹരമായിട്ടുള്ള രൂപത്തിലുള്ള അങ്ങയെ, സുകൃതി അസുര പുണ്യവാനായിട്ടുള്ള അസുരനായ ആ മഹാബലി, പുളകാവൃതാംഗ രോമാഞ്ചം നിറഞ്ഞ അംഗങ്ങളോടുകൂടി, ഭക്തിയ മാത്രമല്ല ഏറ്റവും ഭക്തിയോടുകൂടിയും, സമേത്യ അവിടെ കൊണ്ടുവന്നിട്ട്, പാദൗ പരിഷിച്യ പാദങ്ങൾ കഴുകിച്ചു, തീർത്ഥതീർത്ഥം തീർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ ആ പാദതീർത്ഥത്തെ, തദ് തോയം ആ ജലത്തെ, മൂർധനി അന്വധൃത തൻ്റെ ശിരസിൽ ഒഴിക്കുകയും ചെയ്തു. ബ്രഹ്മം അറിഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് മഹാബലി, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു ബ്രാഹ്മണകുമാരനാണ്, ചെറിയ കുട്ടിയാണ്. എന്നിട്ടും അദ്ദേഹം ഓടിച്ചെന്ന് ആ ബ്രഹ്മചാരിയുടെ കാല് കഴുകിച്ച് ആ പുണ്യതീർത്ഥത്തെ തൻ്റെ ശിരസിൽ അണിയുക എന്നൊക്കെ പറഞ്ഞാൽ ആ മഹാബലിയുടെ ഭക്തി, ബ്രാഹ്മണ ഭക്തി, അതുപോലെ തന്നെ മഹാത്മ്യാണ് കാണിക്കുന്നത്. മഹാഭാരതത്തിലെ ഭഗവദ്ദൂതിൻ്റെ സമയത്ത് തൻ്റെ രാജസദസ്സിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നു എന്നറിഞ്ഞ ദുര്യോധനനുമായിട്ട് മഹാബലിക്ക് യാതൊരു സാമ്യമില്ല കേട്ടോ, എന്നാലും പറഞ്ഞു എന്ന് മാത്രം. അഹങ്കാരത്തോടുകൂടി വിലക്കി, എന്തിനെ ഭഗവാൻ വരും, ആരും എഴുന്നേൽക്കാൻ പാടില്ല, എഴുന്നേറ്റാൽ ശിക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭഗവാന്റെ ആ തേജോമയമായിട്ടുള്ള രൂപം രാജധാനിയുടെ വാതിൽക്കൽ എത്തിയപ്പോഴേക്കും അതിനെ കണ്ട സകലരും അറിയാതെ തന്നെ ദുര്യോധനൻ്റെ വാക്കും ഒക്കെ മറന്ന്, ശിക്ഷ കിട്ടുമെന്നൊന്നും പേടിക്കാതെ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. അതുപോലെ എണീക്കാൻ തോന്നണൊക്കെ ഉണ്ട് ദുര്യോധനൻ, എന്നിട്ടും എണീക്കാതെ തൻ്റെ സിംഹാസനം മുറുകെ പിടിച്ചിരുന്ന ദുര്യോധനൻ എന്തുണ്ടായി, ഉരുണ്ടുരുണ്ട് വീണു എന്നൊക്കെ നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ കവിതയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെയാണ് ഈ തേജസ്വികളായ ആളുകളെ കാണുമ്പോൾ അറിയാതെ മനസ്സിൽ അല്പമെങ്കിലും നന്മയുള്ളവരൊക്കെ എണീക്കും. ഇവിടെ ഭഗവാനെ തന്നെയാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ മഹാബലിയും സകല ശുക്രാചാര്യരടക്കം എല്ലാവരും, സദസ്സിലുള്ള എല്ലാവരും ആരും പറയാതെ തന്നെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു, ഭഗവാനെ പൂജിച്ചു, നമസ്കരിച്ചു. മഹാബലിയാകട്ടെ നേരിട്ട് ചെന്ന് തൻ്റെ കയ്യിലുള്ള വെള്ളം കൊണ്ട് ഭഗവാന്റെ പാദം കഴുകിക്കുക എന്ന അത്രയ്ക്കും ഭാഗ്യമുള്ള പ്രവൃത്തി ചെയ്തു. ആ പുണ്യതീർത്ഥത്തെ തൻ്റെ ശിരസിൽ അണിയുകയും ചെയ്തു. തീർത്ഥം എന്നാണ് സകല തീർത്ഥങ്ങളെയും പുണ്യമാക്കുന്ന അത്രയേറെ പരിശുദ്ധമായിട്ടുള്ള ആ ഭഗവത് പാദ സ്പർശം കിട്ടിയിട്ടുള്ള ആ തീർത്ഥം ഭഗവാനാണ് എന്നൊന്നും അറിയാതെ തന്നെ മഹാബലി എന്ന ആ ഭാഗ്യവാൻ തൻ്റെ ശിരസിൽ അതിനെ ധരിച്ചു. ആനീതമാശു ഭൃഗു തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാരാൽ ആനയിക്കപ്പെട്ടവനും മഹസാ അഭിഭൂതൈ അവിടത്തെ ആ തേജസ് കൊണ്ട് മോഹിതരായവരും ത്വാം രമ്യരൂപം അസുര പുളകാവൃതാംഗി
അവിടുത്തെ അതിമനോഹരമായിട്ടുള്ള ആ രൂപം കണ്ട സകലരും അസുരന്മാരും യോഗികളും യാഗം നടത്തുന്നവരും ശുക്രാചാര്യരും സദസ്യരും ഋത്വിക്കുകളും എല്ലാവരും പുളകാവൃതാംഗായി, ശരീരത്തിൽ രോമാഞ്ചമുള്ളവരായി. അത്രയ്ക്ക് ആനന്ദം എങ്ങനെയോ അവർക്ക് ഉണ്ടായി. ഭക്ത്യാ സമേത്യ സുകൃതി പരിണിജ്യ പാദൗ, സുകൃതിയായിട്ടുള്ള ആ മഹാബലി ഏറ്റവും ഭക്തിയോടു കൂടിയിട്ട് ഭഗവാന്റെ പാദങ്ങൾ പരിണിജ്യ കഴുകിച്ചു. തത് തോയം, ആ പുണ്യമായ തീർത്ഥജലം അന്വധൃത ധരിച്ചു, മൂർധനി തൻ്റെ ശിരസിൽ ധരിച്ചു. അതെങ്ങനെയുള്ളതായിരുന്നു? തീർത്ഥം, സകല തീർത്ഥങ്ങളെയും പവിത്രമാക്കുന്ന അത്ര ശ്രേഷ്ഠമായ തീർത്ഥമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മഹാബലി ഭാഗ്യവാനായി, അനുഗ്രഹീതനായി. ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈ ത്വാം രമ്യരൂപമസുര പുളകാവൃതാംഗ ഭക്ത്യാ സമേത്യ സുകൃതി പരിണിജ്യ പാദൗ തത് തോയമന്വധൃതമൂർധനി തീർത്ഥം.